പുനയ ബാലൻ സംസ്ഥാന അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന തമ്പാനാണ്. അദ്ദേഹത്തെ കെ വി കുമാർ റിപ്പോർട്ടർ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹര സംസ്ഥാന രാഷ്ട്രം ഈ സമ്മാനത്തിൽ തോന്നിക്കുന്നത് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ എല്ലാവരും സ്വാഗതം ചെയ്തു. നിങ്ങളെല്ലാവരും എനിക്കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രമേശൻ ഇന്നായിരുന്നു പ്രസിഡന്റ്. അത്യാവശ്യം നല്ല നിലയിൽ വന്നു. ഏകദേശം 1000-ൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എല്ലാ ഭാഗത്തും കുറേ കമ്മിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അത് 2001 പച്ച പിടിച്ച് വരുമ്പോഴേക്കും ഒരു നോട്ട് നിരോധനം വന്നു. നമ്മുടെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പിന്നെ വീണ്ടും ഒന്നുകൂടി സെക്ഷൻ വരുമ്പോഴേക്കും പ്രളയം വന്നു. അത് നമുക്കൊരു ബാധ്യത. എല്ലാം നമ്മുടെ ഈ തൊഴിൽ രംഗത്താണ് ബാധിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് കൊറോണ. എല്ലാം കൂടി കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറച്ച് ഒരു ലെവലിൽ വന്നു. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗത്തും നമ്മളൊന്ന് ഇറങ്ങി അതിൻ്റെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത് എല്ലാ ഭാഗത്തും കുറേ വർഷങ്ങളായിട്ട് ഒരു 15-20 വർഷം മുമ്പുള്ള റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. 45 രൂപ 1 കിലോ കമ്പിക്ക് ഉള്ള റേറ്റ്. ഈ കാര്യങ്ങളെല്ലാം വെച്ച് ആൾക്കാരോട് ആലോചിച്ച് കാസർഗോഡ് മേഖലയിലുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് റേറ്റ് കാർഡ് ഉണ്ടാക്കി. ഇപ്പോഴത്തെ പുതിയ 2024 അതെല്ലാ ഭാഗത്തും അവതരിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് നടക്കുന്നില്ല. കാരണം എന്താ പറയുമ്പോൾ നമുക്ക് ഒരു സമ്മേളനത്തിനോ ഒരു സമ്മേളനത്തിനോ പോകാൻ സമയമില്ല. നമുക്ക് എപ്പോഴും പണി തന്നെ. കാരണം എന്താ പറയുമ്പോൾ നമുക്ക് പണി കുറച്ച് പൈസ പണി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവൻ്റെ പണി നഷ്ടമാണ്. എല്ലാ പണിയും തന്നെ എല്ലാവരും മത്സരിച്ച പണി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി കുറച്ച് സംഘടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവും. ആ സംവിധാനം എന്താണെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഏരിയയിൽ അല്ലാതെ നമുക്ക് തോന്നുമാതിരി ഇത് പെട്ടെന്ന് കൂട്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയമാണ്. ഇപ്പോൾ നമ്മുടെ റേറ്റ് കാർഡ് കൊണ്ട് കൊടുക്കാൻ നമ്മുടെ ഇടയിലുള്ള മേസ്യന്മാർക്ക് കരാറുകാർക്ക് ഭയമാണ്. ഒരു സബ് കോൺട്രാക്ടർക്കും ഞാൻ ടീച്ചർ റേറ്റ് ചെയ്ത കാർഡ് എന്ന് പറയാൻ മടിയാവും. എന്താണോ ഈ റേറ്റ് പറഞ്ഞാൽ പണി കിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ റേറ്റ് പണി കിട്ടാണ്. 30, 35, 32 നിരത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ 40 അവർ ഈ വർഷം കൊണ്ട് 45 ആക്കുന്ന ഒരു ഏരിയ ഉണ്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് കുറച്ച് സ്ഥലത്ത്. അതേപോലെയാണ് ഈ റേറ്റ് കൂടി വരുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് കൂട്ടുന്നതല്ല നമ്മൾ പറഞ്ഞു. ഈ റേറ്റ് കൂട്ടിയില്ലെങ്കിൽ നമുക്കൊരു സംഘടനയിലായാലും നമ്മുടെ ജീവിത രീതിയിലും നിങ്ങൾക്ക് എന്തൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് നിങ്ങൾ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെ കരാറുകാരെ സംഘടിപ്പിക്കണം. നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരല്ല. അവർക്ക് ഇപ്പോൾ 1000-1200 നമ്മൾ ശമ്പളം കൊടുക്കേണ്ടിവരും. അതനുസരിച്ചുള്ള ശമ്പളം നിങ്ങൾ കിട്ടുന്നില്ല. ഈ പണി തീർന്നതിന് 2000-3000 ആ പണിക്കാരന് കിട്ടുന്ന 5000-6000 കിട്ടും. അവരുടെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ ആ മേസയ്ക്ക് ബാക്കിയാവുന്നില്ല. അതേപോലെ തന്നെ ടൈൽസ് 22-23 രൂപയുടെ ടൈൽസ് ഇപ്പോൾ റേറ്റ് കുറയണമെങ്കിൽ എല്ലാവർക്കും. അതേമാതിരി തന്നെയാണ് ഈ കോൺക്രീറ്റിൻ്റെ സ്ഥിതി. നല്ലൊരു റേറ്റ് ഉണ്ടായിരുന്നില്ല. 45-50 രൂപ അന്നുണ്ടായിരുന്ന റേറ്റ് ഇപ്പോഴും അതിന് കൂട്ടാൻ പറ്റില്ല. അതിനേക്കാൾ കുറച്ചൊരു ആൾക്കാർ എടുക്കണം. മത്സരിച്ച് പണിയെടുക്കുന്നവർക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. ആ പരാജയത്തിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. വിജയത്തിൽ നിന്ന് ആർക്കും പാഠം പഠിക്കാൻ പറ്റില്ല. അപൂർവം ചെയ്ത ആൾക്കാർക്ക് കുറച്ച് റേറ്റ് നമ്മൾ എടുക്കുന്ന പണിക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ ആ ക്വാളിറ്റി അനുസരിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എല്ലാവരും സംഘടിപ്പിക്കണം. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ആൾക്കാർക്ക് ഒന്നിലെ ടൈൽസുകാർ മാത്രം സംഘടിച്ചിട്ട് അവർക്ക് വിജയിച്ചിട്ടില്ല. കല്ലുകെട്ടാൻ സംഘടിച്ചു വിജയിച്ചില്ല. പെയിൻറ്റുകാർ സംഘടിച്ചു വിജയിച്ചില്ല. കോൺക്രീറ്റുകാർ മാത്രം സംഘടിച്ചു. ഇപ്പോൾ അവർക്ക് വിജയിച്ചില്ല. അവരും പഞ്ചായത്തില്ല. നമ്മളെല്ലാവരും കൂട്ടിപ്പിടിക്കാൻ കാര്യം എന്താണ്? നമ്മളെല്ലാവരും ഈ രംഗത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയാൽ ഇത് വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ കൂടുതൽ പ്രവർത്തനം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നടത്തിയത്. അതാണ് ഒന്നില്ലായ്മയിൽ നിന്ന് അധ്യക്ഷൻ, പതാക ഉയർത്തൽ, അനുശോചനം, സബ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കൽ, പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, സംഘടനാ റിപ്പോർട്ട്, ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച, മറുപടി, പുതിയ കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കൽ, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ, അഭിവാദ്യങ്ങൾ, പ്രമേയങ്ങൾ, ഭാവി പ്രവർത്തനം, നന്ദി പ്രകടനം. തിരുവല്ലയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നമ്മുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങളാണ് നടന്നു വരുന്നത്. യൂണിറ്റുകളുടെയും ഏരിയകളുടെ 6ാമത് ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ജില്ലാ അടുത്ത 3 വർഷത്തേക്ക് നമ്മുടെ സംഘടനാപരമായ
കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ ഒരു സമ്മേളനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള 2-3 സമ്മേളനങ്ങൾ, ഓരോ സമ്മേളനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ സമ്മേളനം നടത്തിയിരുന്നത്. 1-ാം സമ്മേളനവും 2-ാം സമ്മേളനവും എല്ലാ പരിപാടികളോടുകൂടിയാണ് നമ്മൾ നടത്തിയത്. എന്നാൽ 3-4 സമ്മേളനങ്ങൾ ബിസിനസ് സമ്മേളനമായി 3-ാം സമ്മേളനവും 4-ാം സമ്മേളനവും മാറ്റിയത്. എന്നാൽ 5-ാം സമ്മേളനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. 8-ാം തീയതി കൊടിമര ജാഥയും തൊട്ടടുത്ത ജില്ലകളായിട്ടുള്ള കോട്ടയത്തു നിന്നും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും കൊടിയും കൊടിമരവും പൊതുസമ്മേളന നഗരിയിലെത്തിച്ച് അവിടെ അന്ന് വൈകുന്നേരത്തോടുകൂടി പതാക ഉയർത്തി സമ്മേളനം ആരംഭിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 9-ാം തീയതി പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം സെമിനാറും 10-ാം തീയതി നമ്മുടെ കരുത്ത് വിളിച്ചോദിക്കുന്ന രീതിയിലുള്ള പ്രകടനവും പൊതുസമ്മേളനവും ഉൾപ്പെടെയാണ് ഈ 5-ാം സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ്. എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ ഇന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ സ്വാഭാവികമായും 9-ാം തീയതി തന്നെ വരും. മറ്റുള്ളവരെല്ലാവരും ഇന്നിവിടെ ഈ സമ്മേളനത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് ആകെ പങ്കെടുക്കുന്നില്ല. ഈ ജില്ലയിൽ ഏതാണ്ട് 611ഓളം മെമ്പർഷിപ്പാണ് നമ്മുടെ ജില്ലയിൽ PBCA എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളത്. ആ 611 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ ജില്ലാ സമ്മേളനം ചേരുന്നത്. ജില്ലയിൽ നിന്നും പങ്കെടുക്കേണ്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ സമ്മേളനം ചേരുന്നത്. അപ്പോൾ 611 മെമ്പർഷിപ്പുള്ള ജില്ലയിൽ എല്ലാവരെയും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിയണം. 10-ാം തീയതി അവിടെ ഉച്ചയോടുകൂടി തിരുവല്ലയിൽ എത്തുന്ന രീതിയിലും നമ്മുടെ പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ ഈ ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രചരണം വരുത്താനും അതുവഴിയും നമ്മുടെ സമ്മേളനം നല്ലപോലെ വിജയിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ജില്ലാ സമ്മേളനം എല്ലാം കഴിഞ്ഞു, ഇനി സംസ്ഥാന സമ്മേളനം വരെ നമുക്കൊന്ന് അടങ്ങിയിരിക്കാം. കഴിഞ്ഞ യൂണിറ്റ് സമ്മേളനം മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ പെടാപ്പാട്. അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവസാനിക്കാനായിട്ടില്ല, അത് അവസാനിക്കുന്നതുമല്ല. ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും കഴിഞ്ഞ സമ്മേളനങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സമ്മേളനങ്ങളിൽ പരിശോധിക്കുക. ാണ് നമുക്കുള്ളത്. ഈ ഘടകങ്ങളുടെ സമ്മേളനമാണ് നമ്മൾ നടത്തുന്നത്. സ്വാഭാവികമായും ഓരോ സമ്മേളനത്തിലും ഉയർന്നു വന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും. യൂണിറ്റ് സമ്മേളനങ്ങളിൽ നിന്നും ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു വന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ ആസ്പദമായി നമ്മുടെ സംഘടനയുടെ ഭാഗമായി 4-ാം സമ്മേളനത്തിന് ശേഷം ഇങ്ങോട്ട് നടന്ന പ്രവർത്തനം അവിടെ ആവാമെന്നുള്ള പരിശോധനയൊന്നും വേണ്ടതില്ല. സ്കൂളാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിക്കണം. അതേ തീരുമാനമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. സ്വകാര്യ മേഖലയിലെ ഒരു കരാറുകാരനാണോ? അവരെണ്ണത്തിലും വണ്ണത്തിലുമല്ല. കരാറുകാരനാണെങ്കിൽ ലൈസൻസ് കൊടുക്കണം. അത് എത്ര നഷ്ടം സംഭവിച്ചാലും കൊടുക്കണമെന്നുള്ള നയപരമായ ഒരു തീരുമാനമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത്. അല്ലാതെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മിടുക്കുകൊണ്ടല്ല. പക്ഷേ ഇത് അധികകാലം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല.
നമ്മൾ തിരുത്തേണ്ടടുത്ത് നമുക്ക് തിരുത്തിയിരിക്കണം. നമ്മൾ ഓരോരോ ചുമതല കലാകാരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ കലാകാരെ സംഘടിപ്പിക്കുക എന്നുള്ള ചുമതല നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും സംഘടനാ രംഗത്ത് നമ്മൾ നേരത്തെ എന്താണോ ചർച്ച ചെയ്തത്, ID കാർഡും മെമ്പർഷിപ്പും മാത്രമല്ല, വരിസംഖ്യ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി പറയാതെ സമയത്ത് ആ മീറ്റിംഗ് ഫണ്ടിന്റെ കാര്യത്തിൽ എന്താ പല കമ്മിറ്റികളും എടുത്ത സമീപനം. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ തിരുവല്ലയിൽ വെച്ച് നടക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും നമ്മുടെ 3 വർഷക്കാലം നാം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്താനും നമുക്കുണ്ടായിട്ടുള്ള പാളിച്ചകളെല്ലാം പരിശോധിച്ചുകൊണ്ട് വരും വർഷങ്ങളിലേക്ക് ഒരു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് പിരിയുക എന്നതാണ് നമ്മുടെ എല്ലാ സമ്മേളനത്തിൻ്റെയും മുമ്പാകുന്ന അജണ്ട. നമ്മൾ കാസർഗോഡ് ജില്ലക്കകത്ത് നമ്മുടെ സംഘടനാ രൂപീകരണം 2011 മുതൽ ഈ 2024 വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സംഘടന എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ട സമ്മേളനമാണ് ഇത്തരം സമ്മേളനം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളെല്ലാം ഉദ്ഘാടകര പ്രാസംഗികൻ വളരെ രൂപ വരെയില്ല ഈ പറഞ്ഞ പേഴ്സണൽ ആക്സിഡന്റായി ബന്ധപ്പെട്ടിരിക്കുന്ന കവറേജ് ലഭ്യമാണ്. നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമേ പേയ്മെന്റ് ചെയ്യുന്നത്. ചില സംഘടനയെ ഇന്നത്തെ താല്പര്യത്തോടെ അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംഘടന ഇപ്പോൾ ഒരു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയോ സംഘടനയെ ഇപ്പോൾ നമ്മുടെ ഇതിൽ ഒന്നും പ്രതിപാദിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും പുറത്ത് നിന്ന് പറയാൻ പാടാറുണ്ട്. എന്താണ് നിങ്ങൾ സംഘടന ചെയ്തത്, എന്താണ് നിങ്ങൾ സംഘടനപ്പെട്ടു. നമ്മളിപ്പോൾ പല പ്രാവശ്യം പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ നമ്മുടെ ഇൻഷുറൻസിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എല്ലാ സ്വകാര്യ കരാറുകാർക്കും നമ്മൾ ലഭിച്ച് അനുവദിക്കുക. അതുപോലെ സ്വകാര്യ കരാറുകാർക്ക് സൈറ്റ് ഇൻഷുറൻസ് PDCA ജില്ലാ സമ്മേളനം ആവശ്യപ്പെടും. അതുപോലെ ഓവർ ബ്രിഡ്ജ് അനുവദിക്കണം. വളരെയധികം തിരക്കോട് ബുദ്ധിമുട്ടുള്ള കാഞ്ഞങ്ങാട് ഒരു ഫ്ലൈ ഓവർ അനുവദിക്കണമെന്ന് PDCA കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെടും. 40 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ പ്രാവശ്യം നമുക്ക് ഒരു 80ഓളം ആളുകളെ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം നടത്താൻ വേണ്ടി സഹായിച്ചത് നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ടാണെന്ന് മാത്രമാണ് നമുക്ക് ആരും പറയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ജില്ലാ കമ്മിറ്റിക്കകത്തുള്ള ജില്ലാ കമ്മിറ്റിയിലെ വെള്ളണ്ടാവുന്ന ആളുകളായാലും ചർച്ച ചെയ്ത് പറഞ്ഞ പോലെ ആളുകളായാലും നല്ല ഇടപെടൽ നടത്തി നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് വഴികാട്ടുന്ന രീതിയിലേക്കാണ് നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാവി കടമ ചിന്തിക്കാനുള്ളത്, നമ്മുടെ ജില്ലക്കാർക്ക് ഇപ്പോൾ നിലവിൽ 3 ഏരിയ കമ്മിറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തുടക്കം മുതൽ ഉണ്ടായിരുന്ന 4-5 ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് 3ആയി ചുരുങ്ങി കഴിഞ്ഞ സമ്മേളന കാലം വരെ 3 തന്നെ പോയി. ഇപ്പോൾ അത് നമുക്കൊരു 6 ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2 ഏരിയ കമ്മിറ്റി ആളുകൾ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു ആള് പങ്കെടുക്കാത്ത ഒരു അവസ്ഥയുണ്ട്. നീരീശ്വരത്ത് ഞാൻ 2 പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കാഞ്ഞങ്ങാട് കാരായതുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ഏരിയ വന്നു. അപ്പോൾ നീരീശ്വരം, കുമ്പള, 2 ഏരിയ കമ്മിറ്റി, ചെറുപുഴി 3 ഏരിയ കമ്മിറ്റി വരുന്ന ആള് പങ്കെടുക്കാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരെയും കൂടി അടുത്ത ഭാവിയിലേക്ക് നമുക്ക് ആളെയും കൂടി പങ്കെടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള നിങ്ങളെ എല്ലാവരുടെയും സഹായസഹകരണം ഉണ്ടാവണം. അതിന് എല്ലാവിധ സഹായസഹകരണം ജില്ലാതങ്ങളുടെ ഭാഗത്തും എൻ്റെ സ്വന്തം ഉണ്ടാവും. നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാളുകൾ ഈ ഗവൺമെന്റ് വളരെ വിരളമാണ്. കാരണം ഒരുപാട് ബാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഈ കോട്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹാൾ വലിയ ഹാളാണ്. അത് ഞങ്ങൾക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഹാൾ വളരെ ചുരുക്കിക്കൊണ്ട് ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പ്രതിനിധി സുഹൃത്തുക്കളെയും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ
പ്രദീപേട്ടനെ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ രാവിലെ മുതൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന ട്രഷറർ മനോഹരൻ, പി രമേശേട്ടൻ, തൂടിയേരി വാനേട്ടൻ തുടങ്ങി നമ്മുടെ പ്രമുഖരായ നേതാക്കളെ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനം നിയന്ത്രിച്ച പ്രസീഡിയം പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ പോലെ നമുക്ക് അണികളില്ല, അല്ലെങ്കിൽ കവലയിലോ ബാനറോ മൊത്തമോ വെക്കേണ്ടതില്ല. ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയ നല്ലപോലെ ആദ്യമായി ശ്രമിക്കില്ല. പ്രചരണം നമുക്ക് ഞാനീ പറഞ്ഞ മുന്നോട്ട് പോകാൻ പോരായ്മകൾ എന്തെല്ലാമാണ് നമുക്ക് പരിഹരിക്കാൻ ഇത്തരം കാര്യങ്ങൾ എവിടെയാണ് നമുക്ക് തിരുത്തൽ ആവശ്യം? തിരുത്തൽ ഒരു ചെറിയ തുടക്കം കുറിക്കാൻ സംഘടനാ പ്രവർത്തനത്തിന്റെ നല്ല രീതിയിൽ തുടക്കം കുറിക്കാൻ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് നമുക്ക് തിരുത്തൽ ആവശ്യം? തിരുത്തൽ ഒരു സാധനം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് जिंदल पैंथर TMT rebars। मेरे रिकॉर्ड्स के बारे में तो सबको पता है, but do you know that Jindal Panther is first and the largest producer of 550D rebars? तभी तो कॉन्ट्रैक्टर्स, आर्किटेक्ट और कंज्यूमर सबको चाहिए Jindal Panther TMT rebars।